നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ സർവേ പോളുകളിൽ BJPക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണോ എന്ന വലിയ ചോദ്യം ഇവിടെ വ്യാപകമായി തന്നെ ഉണ്ട്. രാഷ്ട്രീയപരമായി BJPക്ക് ആധിപത്യമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് അതിശക്തമായ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ഗിമിക്ക് എന്തിനാണ്? BJPയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ഇന്നും ഇന്നലെയും മാധ്യമങ്ങൾ തുടങ്ങിയതല്ല. ഇതൊരു കൃത്യമായിട്ടുള്ള ക്രിയേറ്റഡ് ഇവൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന വലിയ ചോദ്യമുണ്ട്. അതായത് BJP ജയിക്കും എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതവർക്ക് പലയിടത്തും ഉത്തർപ്രദേശിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ നേട്ടമാകാറുണ്ട്. വോട്ട് ഷെയറിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടെന്നും ഇന്ത്യ മുന്നണി തകരും എന്ന രീതിയിലുമൊക്കെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന് വിപരീതമാണ് ജനങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മുന്നണി അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം ഈ ലോക്സഭയിൽ നടത്തും എന്ന പ്രഖ്യാപനവുമായാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത്. ആശയങ്ങളുടെ പേരിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്. 2 തവണയായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഒരു പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ ഇട്ടിട്ടില്ല. ഒരു രീതിയിലും ഇന്ധനവില വർധനവിനെ തടയാൻ ശ്രമിച്ചിട്ടില്ല. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരവും നടത്തിയിട്ടില്ല. ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കത്തിന് ആളുകൾ എന്തിന് വോട്ട് ചെയ്യണമെന്ന വലിയ ചോദ്യം രാഹുൽ ഗാന്ധി ആരായുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. ഇന്ത്യയുടെ മഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ്. ആ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ ഒരു കാരണവശാലും മാധ്യമങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റി എഴുതാൻ പാടില്ല എന്നുള്ള ശക്തമായ കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ ഇതിനകത്ത് ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്താണ്? ജനങ്ങൾ സ്വീകരിക്കുന്ന നയം എന്താണ്? ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി എന്തഭിപ്രായമാണ് പറയേണ്ടത്? ഇതെല്ലാം ഇവിടെ സ്പഷ്ടമാണ്. ഉത്തർപ്രദേശിലെ സ്ഥാനാർത്ഥികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ കണ്ടു നോക്കൂ. വളരെ ടാക്റ്റിക്കലായി തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. അതിൽ അമേഠിയിലെ കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം അത് അടിവരയിട്ട് തന്നെ പറയാം. അതിൽ ഉണ്ടാകുന്ന മാറ്റമെന്നത് ഒരു ചരിത്രപരമായ നീക്കം തന്നെ ആയിരിക്കും എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ മുന്നോട്ടുള്ള നാളേക്കായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ച് പറയുന്നുമുണ്ട്.